ഹൈക്കാങ്ങിന്റെ ഹെയർ സ്റ്റൈൽ പോലും ശരിയല്ല. ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ വെച്ച് വരികയാണെങ്കിൽ ആരാണ് നിന്നെ ജയിപ്പിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഹാരി ഹേഗാങ്ങിനെ കുറ്റം പറയുന്ന സമയത്തായിരുന്നു ബിഗ് ബ്രദറിന് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവരുടെ എല്ലാവരുടെയും പാക്കേജസ് എല്ലാം തന്നെ അപ്പാർട്ട്മെന്റിന് വെളിയിലായിട്ട് വന്ന് കിടക്കുകയാണ്. പാക്കേജസ് കൊണ്ടുവരുന്ന ഡെലിവറി വണ്ടി ഒരു ചെടിയൊക്കെ നശിപ്പിച്ചത് കണ്ടിട്ടുണ്ടായിരുന്ന ലീ ആയിരുന്നു ഇങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അക്കാര്യം ഇവർക്ക് ആർക്കും തന്നെ അറിയുകയില്ല. നിലവിൽ വണ്ടി അകത്തേക്ക് കയറ്റുവാനായിട്ട് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം വഴിയിൽ തന്നെ ഇറക്കി വെക്കുവാനായിട്ടായിരുന്നു ഡെലിവറി ടീം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് ഡെലിവറിക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു മുത്തശ്ശി സാധനം എടുക്കുന്ന സമയത്ത് അവര് വീണു പോകുന്നത് കാണുമ്പോഴത്തേക്കും ഹേക്കാങ്ങും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ അത് കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ആൾക്കാര് ഹേക്കാങ്ങിനെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഹാരിയും നമ്മൾ തന്നെ ഈ ഒരു പ്രശ്നം മുന്നിട്ട് നിന്നിട്ട് തീർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടുന്നതായിരിക്കുമെന്ന് ഹേക്കാങ്ങിനോട് പറയുമ്പോഴത്തേക്കും ഹേക്കാങ്ങും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം താൻ തന്നെ കാണുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ഹെയ്ക്കാങ്ങിന്റെ ടീം കുറേയധികം ആൾക്കാരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എവിടെയാണോ പാക്കേജ് ഇരിക്കുന്നത് അവിടെ നിന്നും ഈ പാക്കേജ് ആരുടെയൊക്കെ അടുത്താണോ എത്തിക്കേണ്ടത് അവിടേക്ക് എത്തിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവനും നിൽക്കുന്നത്. കൂടാതെ ഇത് തന്റെ കടമയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പലരും അവനെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ അവിടെയുള്ള അവന്റെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് എത്ര വലിയ സാധനമാണെങ്കിലും എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായി എത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവരെ എല്ലാവരെയും അവിടെയുള്ള പലരും സപ്പോർട്ട് ചെയ്ത് അവരോട് ഒരുപാട് സ്നേഹമൊക്കെ അറിയിക്കുന്നു. കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് നമുക്ക് ഹേഗാങ്ങിന് വോട്ട് ചെയ്യാമെന്ന് പറയുന്നത് ജിന്നും കേൾക്കുകയാണ്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കൊണ്ടുപോകാവുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഹേഗാങ്ങിനെയും ടീമിനെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്താവശ്യമാണ് നിങ്ങൾക്കുള്ളത്? അല്ലെങ്കിൽ തന്നെ ജീവിതകാലം മുഴുവൻ അവർ പാക്കേജ് നിങ്ങളുടെ വീട്ടിലെത്തിക്കുവാനൊന്നും പോകുന്നില്ലല്ലോ. ഇതൊക്കെ ഇലക്ഷൻ ജയിക്കുവാനുള്ള വെറും തന്ത്രങ്ങളാണ്. എന്നെ പോലെ ഉള്ളവരെ കൂടി നിങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജിന്നും സംസാരിക്കുന്നു. പിറ്റേ ദിവസം ഹാരി അപ്പാർട്ട്മെന്റിൽ എത്തുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ബിഗ് ബ്രദർ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുകയായിരുന്നു. ഹെയ്ക്കാങ് കോഫിയും കുടിച്ചിരിക്കുന്നു. അതേസമയം ബുക്കിന് ഫിഷൊക്കെ ശരിക്കും കഴിക്കുവാനായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഹാരി അവനെ ഹെൽപ്പും ചെയ്യുന്നു. ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് സിറ്റീസ് ഒക്കെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സിറ്റീസിലൊന്നും തന്നെ ലീ ഉദ്ദേശിച്ച സിറ്റി ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ലീയും നമ്മുടെ കൂടെയുള്ള മുതിർന്നവരെ എല്ലാവരെയും തന്നെ വിളിക്കും, നമുക്കൊന്ന് ഫിഷിങ്ങിനും പോകാമെന്ന് സെക്രട്ടറിയോടും പറയുന്നു. ലീയുടെ കൂടെ ഫിഷിങ്ങിന് ഉണ്ടായിരുന്നത് വലിയ വലിയ ആൾക്കാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒമാൻ സിറ്റിയുടെ മേയറിനെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും അയാൾക്ക് വേണ്ടി ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഓഫർ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ അയാളും ഹാപ്പി ആയിട്ട് വായൊക്കെ തുറക്കുന്നുണ്ടെങ്കിൽ പോലും ലീ ഒരുപാട് ഫിഷൊക്കെ അയാളുടെ വായിലേക്ക് കുത്തി കയറ്റുകയാണ്. ലീ പണം കൊടുത്ത് ഇവരെ എല്ലാവരെയും കൂടെ നിർത്തിയിരിക്കുന്നത് ലീയുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുവാനാണ്. അങ്ങനെ ഇരിക്കെ ലീ പറഞ്ഞ കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നു. അതിനുശേഷം അവരും ലീ പറഞ്ഞതുപോലെ ലീ ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ അവരിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കുമെന്ന് പറയുന്നു. ട്രുവാലി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൊറിയറൊക്കെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നു. സാധനങ്ങൾ ഒന്നും തന്നെ കേടുകൂടാതെ ഡോറിന് മുമ്പിൽ വരെ എത്തിക്കണമെന്നും പിന്നെ ലിഫ്റ്റിലൊന്നും ഇവരെ കയറുവാനായിട്ട് പാടില്ല എന്നും തനിക്കതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റെപ്പ് വഴി മാത്രം അവർ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ ചെറുതായിട്ടൊക്കെ അയാൾ ഉപദ്രവിക്കുന്നുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഹേകാങ് അയാൾക്കും ഇവിടെ വോട്ടുള്ളതാണ്. സോ അയാൾ പറയുന്നത് പോലെയൊക്കെ തൽക്കാലം നമുക്ക് നിൽക്കാമെന്ന് പറയുന്നു. ഡെലിവറി വർക്കൊക്കെ ചെയ്തിട്ട് ഹേക്കാങ്ങും ടീമും മൊത്തത്തിൽ മടുത്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവരെ കുറിച്ച് ട്രൂവാലെ അപ്പാർട്ട്മെന്റിന്റെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജസും മറ്റുമൊക്കെ അവരും വായിച്ചു നോക്കുന്നു. എല്ലാം തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നെഗറ്റീവ് മെസ്സേജ് അവരുടെ ശ്രദ്ധയിലും പെടുകയാണ്. സാധനങ്ങളെല്ലാം തന്നെ മിസ്സിംഗ് ആയി പോകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ജോലി ചെയ്യുന്നത് നിർത്തണമെന്നും പറഞ്ഞിട്ടായിരുന്നു ആ ഒരു മെസ്സേജ്. സോ ഹേക്കാങ്ങും അവന്റെ ടീമിന്റെ അടുത്തായിട്ട് ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും അടുത്തു നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ മാത്രം ഞങ്ങളുടെ അടുത്ത് മോശമായിട്ടായിരുന്നു സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ അപ്പാർട്ട്മെന്റിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കുമാണ് അത് ജിനിന്റെ അപ്പാർട്ട്മെന്റ് ആണെന്നുള്ള കാര്യം അവരും മനസ്സിലാക്കുന്നത്. ഹേക്കാങ് ഇപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എങ്ങനെയും ആ ഒരു കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ടായിരുന്നു ജിൻ ശ്രമിച്ചത്. ഇതിനു മുമ്പ് സലമാൻഡർ എന്നൊരു വ്യക്തിയുമായിട്ട് ഫൈറ്റ് ചെയ്തതിനെ കുറിച്ച് ഹേക്കാങ്ങും ടീമിനെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു സമയത്താകട്ടെ ഹേക്കാങ്ങും ടീമും ആദ്യമൊക്കെ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായിട്ട് സലമാൻഡറിന്റെ ടീമിലുണ്ടായിരുന്ന ആൾക്കാർ ഹേക്കാങ്ങിനെയും ടീമിനെയും തല്ലി ചതയ്ക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം സലമാൻഡറിനെ പിടിക്കുവാനായിട്ട് അവസരം കിട്ടിയ സമയത്ത് നമ്മൾ അത് ചെയ്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പണി കിട്ടിയത്. സോ ഇത്തവണ അത് ആവർത്തിക്കുവാനായിട്ട് പാടില്ല. ജിൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതേ രീതിക്ക് അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മറ്റൊരു കാര്യവുമായിട്ട് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കലും അവൾക്ക് നമ്മളെ തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഹേക്കാങ്ങും പറയുന്നത്.
ജിന്നിന്റെ ഡീറ്റെയിൽസിന്റെ അകത്ത് അവൾ പഠിച്ച കോളേജൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് ആയിട്ടുള്ള ഒന്നാണെന്ന് നമ്മളിപ്പോൾ റൂമേഴ്സ് ഒക്കെ പരത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് ഹരി പറയുന്നത്. അങ്ങനെ ഒന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ മാറുന്നതായിരിക്കും. ശരിക്കും ജിൻ പഠിച്ചത് അതേ കോളേജിലാണോ അല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മറിച്ച് നമ്മൾ ഇതുപോലെ അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റൂമേഴ്സ് പരത്തുക മാത്രം ചെയ്താൽ മതിയെന്ന് ഹാരി പറയുമ്പോഴത്തേക്കും ഹാരി ഇട്ട ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള റൂമർ പോസ്റ്റിന് താഴെയായിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുപാട് കമന്റ്സും ഇട്ടിട്ട് ഹാരിനെ സപ്പോർട്ട് ചെയ്യുന്നു. ജിന്നും ഈ ഒരു വാർത്തയൊക്കെ അറിഞ്ഞിട്ട് നേരെ മാനേജ്മെന്റ് ഓഫീസിൽ പോയിട്ട് ആകെ ബഹളം വെക്കുകയാണ്. ആരാണ് എനിക്കെതിരായിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് എനിക്ക് അറിഞ്ഞാൽ മതിയാകൂ എന്ന് ജിൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പോസ്റ്റുകളും അതുപോലെ തന്നെ കമന്റ്സ് ഒക്കെ ഇടുന്നത് ആരാണെന്ന് ഒരിക്കലും ഇവർ റിവീൽ ചെയ്യാറില്ല. ഇവർക്ക് പോലും ഇതിന്റെ കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കില്ല. ആ രീതിക്കാണ് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഇവരും അതിനെക്കുറിച്ചെല്ലാം തന്നെ ജിന്നിന് പറഞ്ഞു കൊടുക്കുന്നു. ജിന്നും എനിക്കെതിരായിട്ട് ഹേക്കാങ് മാത്രമേ ഇതുപോലത്തെ ഒരു കാര്യമൊക്കെ പറഞ്ഞു പരത്തുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിക്കുന്നു. കൂടാതെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കാണുന്ന നോട്ടീസ് ബോർഡിലെല്ലാം അവൾ ഒട്ടിച്ചു വെക്കുന്നു. ഹാരി വർക്കൊക്കെ തീർന്ന് നടന്നു പോകുമ്പോഴത്തേക്കും ഹേക്കാങ്ങും കൂടി അവളുടെ കൂടെയൊക്കെ നടക്കുന്നു. അപ്പോഴാകട്ടെ ഹേക്കാങ്ങും അവളോട് നമുക്ക് കൈയൊക്കെ പിടിച്ച് നടന്നു പോകാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹാരി അതിനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. അതായത് നേരത്തെ അവരുടെ ഡെലിവറി ബോയ്സിന്റെ ഒക്കെ അടുത്ത് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയാകട്ടെ സെക്യൂരിറ്റി അയാളെ കണ്ടിട്ട് സല്യൂട്ട് ഒന്നും ചെയ്തില്ല എന്നും ബഹുമാനക്കുറവ് ഉണ്ടെന്നും പറഞ്ഞിട്ട് സെക്യൂരിറ്റിനെ ഒരുപാട് ഉപദ്രവിക്കുകയാണ്. ഹാരിക്കും അയാളെ പോയി തടയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഹേക്കാങ് ഹാരിനെ തടയുന്നു. അയാൾ നമ്മുടെ ഒരു വോട്ടറാണ്. സോ വോട്ടർക്കെതിരായിട്ട് ഒന്നും തന്നെ നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല എന്ന നിലപാടായിരുന്നു ഹേക്കാങ്ങിനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒരു വോട്ട് കിട്ടുവാനായിട്ട് സെക്യൂരിറ്റിനെ തല്ലിച്ചതയ്ക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ നോക്കി നിൽക്കുമോ? എന്തായാലും ഈ ചെയ്തത് ഒരിക്കലും നല്ലൊരു നടപടിയല്ല. ആദ്യം നിങ്ങൾ നല്ലൊരു മനുഷ്യനാകാൻ നോക്ക്. അത് കഴിഞ്ഞിട്ടല്ലേ റെപ്രസെന്റേറ്റീവ് ഒക്കെ ആകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഹാരി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഹേക്കാങ്ങും അവിടെ വന്ന ഒരു ക്യാബിലൊക്കെ അവളെയും കയറ്റിവിടുന്നു. ഹേക്കാങ് വീണ്ടും സെക്യൂരിറ്റി ഓഫീസിന് മുമ്പിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ ഓവർസീസ് ഗ്യാങ്ങിന്റെ തന്നെ ബോസ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു അയാളും സെക്യൂരിറ്റിനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ഒരു ഓവർസീസ് ഗ്യാങ്ങിന്റെ ബോസ് എന്ന് പറയുന്നത് ഹേക്കാങ് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഹേക്കാങ്ങും നീ ഇതിനു മുമ്പ് ആ ഒരു ടീമിന്റെ ബോസിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, എന്തായാലും ഇപ്പോൾ കണ്ടോ, നീ ഒരിക്കലും അയാളെ മറക്കുവാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഇടിക്കുന്നു. രണ്ട് കുട്ടികൾ ഒന്നിച്ച് നടന്നു വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച വീഡിയോ യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് അധികം വ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നടന്നു വരുമ്പോഴത്തേക്കുമായിരുന്നു ഹേക്കാങ്ങും ആ ഒരു ഗുണ്ടനെ തല്ലുന്ന ദൃശ്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അവരും ഒളിച്ചിരുന്ന് അതെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തുന്നു. സെക്യൂരിറ്റിയുടെ അടുത്ത് ക്ഷമ ചോദിക്കുവാനായിട്ട് ഹേക്കാങ് അയാളോട് പറയുന്നുണ്ടെങ്കിലും അയാൾ അതിനൊന്നും തന്നെ തയ്യാറാകാതെ നിൽക്കുമ്പോഴത്തേക്കും ഹേക്കാങ്ങും ഒരു ചവിട്ടൊക്കെ ചവിട്ടുകയാണ്. അതിൽ തന്നെ അയാളുടെ ബോധം നഷ്ടപ്പെടുന്നു. ഹാരി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സോ അവളും ഇപ്പോൾ ഹേക്കാങ് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ കാണുകയാണ്. സോ അവളും ഹാപ്പിയാകുന്നു. പിറ്റേ ദിവസം രാവിലെ ഹേക്കാങ്ങും ടീമും കൂടി സാധാരണ രീതിക്ക് ഡെലിവറിയൊക്കെ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ എല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങളുടെ പാക്കേജസ് നിങ്ങൾ എടുത്ത് തരണ്ട, ഞങ്ങൾ തന്നെ എടുത്തോളാമെന്ന് പറഞ്ഞിട്ട് അവനെ തടഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ പാക്കേജസ് ഒക്കെ എടുത്തോണ്ട് പോകുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്നും തന്നെ ഹേക്കാങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇതുപോലെ നേരത്തെ ഹേക്കാങ് ഒരു ഗുണ്ടേനൊക്കെ ഇടിച്ചു വീഴ്ത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വീഡിയോ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന കാര്യം അവരും അറിയുന്നത്.